കല്യാണശേഷിന്റെ വണ്ടികളൊക്കെ ഓടിയിട്ട് പരിവായപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടൊന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കസിൻസ് എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ, ഒരു വൈബാണ്. അങ്ങനെ നമ്മൾ നേരെ പെരിന്തൽമണ്ണയ്ക്കട്ട പോയത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 3ാമത്തെ ദിവസമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. അപ്പം നാളെ കസിൻസ് എല്ലാവരും നാളെ പോകും. അപ്പം അതിന് മുന്നേ ജസ്റ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ വന്നപ്പോഴാണ് പെരിന്തൽമണ്ണ നെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട്. ഭയങ്കര ബ്ലോക്ക് ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയും കടികളൊക്കെ ആയിട്ട് കഴിച്ചത്. അപ്പോൾ അബി ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചട്ടിപ്പത്തിരിയും അതേപോലെ ചിക്കൻ പൊട്ടിത്തെറിച്ചത്, അങ്ങനെ പറയാതിരിക്കാൻ വയ്യാട്ടെ. ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടപ്പോൾ ഓക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് അതിനനുസരിച്ച് പിന്നീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് വാങ്ങിക്കാൻ പോയപ്പോൾ സാധനം പെട്ടെന്ന് തീർന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ട് സാധനം, കിഡ് സാധനമാണ്. അപ്പോൾ ഇതുവഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചട്ടിപ്പത്തിരി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഈ ചട്ടിപ്പത്തിരി എന്തോ വേറൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതും. ഞങ്ങളെല്ലാവരും തള്ളലും അതിൻ്റെ കൂടെ ചായയൊക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലേ നമ്മൾ കസിൻസ് എല്ലാവരും കൂടും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോകാൻ വിചാരിച്ചിട്ടോ. ഭയങ്കര തിരക്കിയായിരുന്നു നെസ്റ്റോയിൽ, ഇനോഗ്രേഷൻ ഡേ ആയിരുന്നു. പിന്നെ റോഡാണെങ്കിൽ ഭയങ്കര റഷും. അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ ഞങ്ങൾ എത്തി. എന്നിട്ട് മുകളിൽ നമ്മൾ ഡ്രസ്സിന്റെ കളക്ഷൻസ് ആട്ടോ. കാരണം ലേഡീസ് ആയാലും ജെൻസിനായാലും നല്ല കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു. റേറ്റ് കുറവാണ് കേട്ടോ, റേറ്റ് കുറവായിരുന്നു. കോട്ട് സെറ്റ് ഒക്കെ നല്ല കളക്ഷൻസ് അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകട്ടെ. അപ്പൊ പോകുന്ന വഴിക്ക് ഉപ്പിലിട്ട നല്ല മാങ്ങയും പൈനാപ്പിൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് കാറിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാ. എന്നാൽ വീടൊക്കെ എത്തുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് അതിന്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് അപ്പൊ ഇതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്വന്തം സ്റ്റാറ്റസ് ഇട്ട് ഇടക്കിടക്ക് ആനന്ദം കൊള്ളൂല്ലേ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, സ്വന്തം സ്റ്റാറ്റസ് ഇട്ട് ഇടക്കിടക്ക് നോക്കണം, എന്നിട്ട് സമാധാനം. ആ സംഭവമാണ് ഇവിടെ കണ്ടത്. അങ്ങനെ ഉപ്പ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉപ്പയും കൂടി ജോയിൻ ചെയ്തു. നമ്മള് അൽഫാം മന്തി അതേപോലെ ഷവായി മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കൊപ്പത്തിൽ നിന്നാണ് കഴിച്ചത്. സത്യം പറയാൻ ഒരു വക ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഷവായി വായി വെക്കാൻ കൊള്ളൂല്ല. അതേപോലെ അൽഫാമും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിരിപിരി എന്നുണ്ടെങ്കിൽ നോർമലൊക്കെ ആയിരുന്നു തോന്നുന്നത്. അവിടുത്തെ പിരിപിരി അതാണെന്നാണ് അവിടുത്തെ ഓണേഴ്സ് പറയുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കും ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ പാറ്റിച്ചൂട്ട് കഴിക്കാട്ടെ കാണുന്നത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ വീഡിയോ പിന്നെ വരാം. ബൈ.